സാധ്യതകൾ ഒരുക്കുന്നതിന് വേണ്ടി കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയാണ്. അതുകൊണ്ട് ജനദ്രോഹപരമായ നടപടികളില്ല. ഏത് രംഗത്തും നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്നീ ഒരു ചർച്ച ഉണ്ടാകാതിരിക്കട്ടെ, ജനങ്ങളിൽ രാഷ്ട്രീയക്കുഴപ്പമുണ്ടാകാതിരിക്കട്ടെ. 26/12/24 ഉത്തരവാണ് ഇതിന്റെ തടസ്സമെങ്കിൽ ആ ഉത്തരവ് അല്ല ഇനി വരുന്നത്. ജനങ്ങൾക്ക് അതിലൂടെ ആശങ്കകളും അതിന്റെ വ്യാഖ്യാനവും സദുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ആ കാര്യത്തിൽ മാറ്റം വരുത്തുന്നു. ഉചിതമായ തീരുമാനം കൂടിയാലോചിച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും വിധത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഡാമുകളെ സംരക്ഷിക്കാനും ഉതകുന്ന വിധത്തിൽ നമുക്ക് രൂപപ്പെടുത്താം. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. യെസ് സർ, ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. മന്ത്രി ഇത് മോഡിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്കിയെല്ലാം സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? അർത്ഥം 26/12/24 ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. മതിയായ ആലോചനകളോടുകൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതിന്റെ കാരണം നാളെ വരെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ MLA-മാരായിട്ട് കൂടി വേണമെങ്കിൽ കൂടിയാലോചിച്ച് നമുക്ക് കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം. അതുകൊണ്ട് 26/12 ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രശ്നം പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ഡാമുകൾ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഈ 26/12 ഉത്തരവിലൂടെ 24 ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടിപ്രദേശം മുഴുവൻ ജെണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലെ ഈ ഡാമിന്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം? പണ്ട് 2006 ഗവൺമെന്റ്, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം, ജെണ്ട കെട്ടിയ പ്രദേശത്ത് ഒരു കാരണവശാലും പട്ടയം കൊടുക്കാൻ പാടില്ല. ഈ ഡാമുകളുടെ ജെണ്ട കെട്ടിയിരിക്കുന്നതിന്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിന്റെ ജെണ്ട കെട്ടിയതിന് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു? 10 ജയിലിലും 3 ജയിലിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണും പിന്നീടുള്ള 100 മീറ്റർ ചുറ്റളവ് NOCയുമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. സാർ, ഇതിന്റെ അകത്ത് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞത് ഹൈക്കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹൈക്കോടതിയിലെ കേസിന്റെ വർഷം എഴുതിയിട്ടില്ല. ആ ഓർഡറിൽ WPC നമ്പർ 26/710 എഴുതിയേക്കണം. ഞങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അത് 2024 കേസാണ്. 2024 ഈ കോടതിയിൽ കേസ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് 23 തന്നെ NOC സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിലെ ഈ കേസ് വരുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ കേസാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ശരിയല്ല. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നത് 2024. നിങ്ങൾ 2023 നിങ്ങളുടെ ഉത്തരവുണ്ടല്ലോ, GIMS നമ്പർ 2223 നമ്പർ 2223 23 തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് NOC സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിനകത്താണ് ദ ചെയർപേഴ്സൺ ഷാൽ ടേക്ക് അർജന്റ് നെസസറി ആക്ഷൻ for the formulation of guidelines which will govern the process of issuance of NOC in the subject matter എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിനു മുമ്പേ തന്നെ തുടങ്ങി. ഹൈക്കോടതിയുടെ പ്രത്യേക ഡയറക്ഷൻ ഇല്ല. ഇതിന്റെ പ്രശ്നം എന്താ? ഒന്ന് കേരളത്തിന്റെ ജനസാന്ദ്രത നമ്മൾ പരിഗണിക്കും. പിന്നെ പല ജില്ലകളിലും ഈ പറയുന്നത് ഫോറസ്റ്റ് ആക്ട്, നീർത്തട സംരക്ഷണ നിയമം, CRZ ഒരുപാട് പ്രശ്നങ്ങളാണ്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വീട് വയ്ക്കാനൊക്കെ ഉള്ളത്. ഈ 10 സെന്റിൽ താഴെയുള്ള ഒരു